പോസ്റ്റ് ഓഫീസ് ദേശീയ സമ്പാദ്യ പദ്ധതി അക്കൗണ്ടുകൾ തുറക്കുന്നതിനുള്ള നിബന്ധനകൾ കർക്കശമാക്കിക്കൊണ്ടുള്ള കേന്ദ്ര സർക്കാർ ഉത്തരവ് പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് ഏജന്റുമാർ കാഞ്ഞങ്ങാട് ഹെഡ് പോസ്റ്റ് ഓഫീസിന് മുന്നിൽ മാർച്ചും ധർണയും നടത്തി. വി പ്രസന്നകുമാരി ധർണ ഉദ്ഘാടനം ചെയ്തു. ഈ രംഗത്ത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഗ്രാമാന്തരങ്ങളിൽ വീടുകളിൽ ഓരോ വീടുകളിലും കയറി ചെന്നുകൊണ്ട് വീട്ടമ്മമാരിൽ നിന്നും അതുപോലെ ഗൃഹനാഥരിൽ നിന്നും വളരെ ചെറിയ തുകയെങ്കിലും ചെറിയ തുക സമാഹരിച്ചുകൊണ്ട് അവരുടെ പേരിൽ അക്കൗണ്ട് തുടങ്ങിക്കൊണ്ട് ഗ്രാമീണർക്കിടയിൽ സമ്പാദ്യശീലം വർദ്ധിപ്പിക്കുകയും അതോടൊപ്പം തന്നെ പോസ്റ്റ് ഓഫീസ് സേവിങ്സ് ബാങ്ക് മുഖാന്തരം ഈ രാജ്യത്തെ വികസന പ്രക്രിയയിൽ വലിയ സംഭാവനകൾ നിർവഹിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സംവിധാനത്തിനകത്താണ് നാം പ്രവർത്തിച്ചു വരുന്നത്. പോസ്റ്റ് ഓഫീസ് സേവിങ്സ് ബാങ്കിൽ ഈ രീതിയിൽ കൈകാര്യം ചെയ്യുന്ന തുക രാജ്യത്തെ നാഷണലൈസ്ഡ് ബാങ്കുകൾ മൊത്തം കൈകാര്യം ചെയ്യുന്ന തുകയേക്കാൾ ഇരട്ടിയിലധികമാണ്. ആ രീതിയിൽ ബാങ്കിങ് സംവിധാനത്തിനകത്ത് ധനകാര്യ സ്ഥാപനങ്ങളിലെ അടിത്തട്ടിൽ പ്രവർത്തിക്കുന്ന ആളുകൾ എന്ന നിലയിൽ വലിയ സാമൂഹ്യ പ്രവർത്തനത്തിലാണ് നമ്മളൊക്കെ തന്നെയും ഏർപ്പെട്ടിരിക്കുന്നത്. അത് വൻകിട ഭൂവുടമകളോ അല്ലെങ്കിൽ വലിയ വ്യവസായികൾക്കോ കിട്ടുന്ന രീതിയിലുള്ള വലിയ ആദായം കിട്ടുന്ന ഒരു പദ്ധതിയല്ല. നേരെ മറിച്ച് സമൂഹത്തിൽ പല തുള്ളി പെരുവെള്ളം എന്ന് പറഞ്ഞതുപോലെ ചെറിയ ചെറിയ തുകകളായിട്ട് വന്നുകൊണ്ടിരിക്കുന്ന ഈ നിക്ഷേപ തുക വൻ തുകകളായി മാറുകയും കോടിക്കണക്കിന് രൂപ നിരവധി വികസന മേഖലകളിലേക്ക് നാം ഉപയോഗപ്പെടുത്തുകയുമാണ് നാളിതുവരെ ചെയ്തിരുന്നത്. ഇന്ന് നമുക്കറിയാം നിക്ഷേപങ്ങൾക്ക് വേണ്ടി എന്ന് പറഞ്ഞുകൊണ്ട് ഓരോ നിക്ഷേപങ്ങളില്ലാത്തത് കൊണ്ടാണ് വികസന പ്രവർത്തനങ്ങൾ നടക്കാത്തത് എന്ന് പറഞ്ഞുകൊണ്ട് ധാരാളം വിദേശ നിക്ഷേപങ്ങളെ ആകർഷിക്കാൻ വേണ്ടിയാണ് എല്ലായ്പ്പോഴും എല്ലാ ഭരണാധികാരികളും ചെയ്തു വരുന്ന ഒരു സമീപനം. പ്രത്യേകിച്ച് കേന്ദ്ര ഗവൺമെൻറ് നമുക്കറിയാം അധികാരത്തിലിരിക്കുന്ന പാർലമെൻറ്റിൽ വന്നിരിക്കുന്ന ജനപ്രതിനിധികളെ സംബന്ധിച്ചിടത്തോളം അവരിലെ ഇടതുപക്ഷ എംപിമാരായിട്ട് വന്നിട്ടുള്ള ആളുകളെ ഒഴിവാക്കി കഴിഞ്ഞാൽ അത് ഏതാണ്ട് പകുതിയോളം വരുന്ന ആളുകൾ കോടീശ്വരന്മാരാണ്. അവരെ സംബന്ധിച്ചിടത്തോളം വലിയ വരുമാനമുള്ള ആളുകളാണ്. ഓഹരി കമ്പോളത്തിൽ കളിക്കാൻ പ്രാപ്തരായിട്ടുള്ള ആളുകളാണ്. അത്തരം ആളുകളുടെ താല്പര്യം സംരക്ഷിക്കുക എന്നുള്ളതാണ് കേന്ദ്ര ഗവൺമെൻറ് ഇപ്പോൾ എടുത്തു വരുന്ന ഒരു നയം. അത് രാജ്യത്തെ പണിയെടുക്കുന്ന ആളുകളെയോ തൊഴിലാളികളെയോ സാധാരണക്കാരുടെയോ സഹായിക്കാൻ വേണ്ടി ഉതകുന്ന നിയമ പരിപാടികളെല്ലാം ഏർപ്പെടുന്നു. ഇപ്പോൾ ഒരു വർഷം പൂർത്തിയായിരിക്കുകയാണ്. ഈ ഒരു വർഷം പൂർത്തിയായിരിക്കുന്ന സമയത്ത് ഒരു വർഷത്തെ പ്രോഗ്രസ് കാർഡുമായിട്ട് മൻമോഹൻ സിംഗും സോണിയാഗാന്ധിയും ഈ നാട്ടിലെ ആളുകളുടെ മുമ്പിൽ ജാനകി അധ്യക്ഷത വഹിച്ചു. ബേബി ബാലകൃഷ്ണൻ, എം ലക്ഷ്മി, പി ജാനകി, രാജേന്ദ്രൻ, കാറ്റാടിക്കുമാരൻ, ശാന്ത എന്നിവർ പ്രസംഗിച്ചു. ദേശീയ സമ്പാദ്യ പദ്ധതി ഏജന്റ് അസോസിയേഷൻ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് മാർച്ചും ധർണയും നടന്നത്.